ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് മീനിന് വേണ്ടി മസാല റെഡിയാക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്. ഇനി കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി മസാല നമുക്ക് മീനിലോട്ട് പുരട്ടാം. ഇനി നമ്മുടെ മീൻ നേരെ ഫ്രിഡ്ജിലോട്ട് പോകണം കേട്ടോ. ഇനി നമുക്ക് ഗ്രേവീൻ്റെ പരിപാടി നോക്കാം. അതിനു വേണ്ടി ഒരു തക്കാളി, 3 സവാള, കുറച്ച് പച്ചമുളക്. ഇതിനകത്ത് സവാളയും തക്കാളി നന്നായിട്ട് അരിഞ്ഞെടുക്കണം. പച്ചമുളക് മാത്രം നമ്മൾ ചതച്ചെടുക്കണം. മിക്സിയിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ബദാം വെള്ളത്തിലിടാം. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് പാനിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നെയ്മീനായിട്ട് ഇവിടെ ചെയ്യുന്നത്. മീൻ ഓരോന്നായിട്ട് ചട്ടിയിലോട്ട് ഇടാം. ഇപ്പം നമ്മുടെ ഫിഷിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് മത്സ് ഇടാം. ഈ വൈറ്റ് കളർ ഫിഷിന് നെയ്യാട്ടോ ഗൈസ്. നമ്മുടെ ഫിഷ് എൻ്റെ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആണുണ്ട് ഗൈസ്. ഇനി ഫ്രൈ ആയതെല്ലാം നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റണം കേട്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ ഈ എണ്ണയിൽ തന്നെ സവാള റോസ്റ്റ് ചെയ്യാൻ പോകട്ടോ. ഉമ്മി കാണാണ്ട് ഞാൻ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. നമ്മുടെ വയറ്റിക്കൊണ്ടിരുന്ന സവാളയിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. സവാള ബ്രൗൺ കളറായി വരുമ്പോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. പച്ചമുളക് ചതച്ചതും ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉമ്മി ചതച്ച പച്ചമുളകിൽ ഒരു പച്ചമുളക് മാത്രം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നിട്ട് ഗൈസ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉമ്മി ഇത് ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ നോക്കി ഉണ്ടാക്കിയ മസാല കേട്ടോ ഗൈസ്. ഇത് നമുക്ക് 1 ടീസ്പൂൺ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ച ബദാം എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിലോട്ട് ഇട്ടിട്ട് ചെറുതായിട്ട് അരച്ചെടുക്കാം. അതിൻ്റെ ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. 1 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇച്ചിരി ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് കൊടുക്കുമ്പോൾ മീൻ കഷ്ണം ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി
നമ്മൾ റൈസായിട്ട് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുക്കറിലോട്ട് ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലോട്ട് പട്ട, ഗ്രാമ്പു അങ്ങനത്തെയുള്ള മസാല എല്ലാം ഇടാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ നീളമുള്ള ബാസ്മതി റൈസാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഫ്രണ്ട്സ്. ഇനി നമ്മൾ ഈ റൈസ് കഴുകി എടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ട് ഒറ്റൊരു വിസിൽ അടിക്കുമ്പോൾ തന്നെ നമ്മളുടെ ചോറ് വേവും. നമ്മൾ അടികട്ട് ഉള്ളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഫിഷ് മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ചോറ് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച ആ ക്യാരറ്റും വെള്ളരിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് 15 മിനിറ്റിൽ ദമ്മിടാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.